സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ അവന്റെ അഭിനയത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഗിരീഷിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രജനിയാണ് അവനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഗിരീഷിനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നു. ഗിരീഷ് ആണെങ്കിൽ അവനെ കണ്ടയുടൻ തന്നെ തല്ലി അടിച്ച് ആട്ടി ഓടിക്കാനായിട്ട് നോക്കുമ്പോൾ താൻ നിരപരാധിയാണെന്നും തനിക്കിനി അധികകാലം ജീവിക്കാനായിട്ട് കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ രജനിയടുത്തിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ കരഞ്ഞു വിളിക്കണം. ഈ സമയം രജനി പറയുന്നുണ്ട്, ഗിരി വെറുതെ വിട്, അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന്. അങ്ങനെ തനിക്ക് പറയാനുള്ളത് മീരയെ കൊന്നത് ഞാനല്ല ഏട്ടത്തിയും, ഏട്ടത്തിയുടെ കുടുംബത്തിലെ അംഗമാണല്ലോ മീര. അവളുടെ നഷ്ടം നിങ്ങൾക്ക് ആർക്കും സഹിക്കാനും കഴിയില്ല. പക്ഷേ എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും മീരയെ കൊന്നിട്ടില്ല. കൊലയാളി മറ്റെവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അവനെ ഞാൻ കണ്ടെത്തും എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയുന്നുണ്ട്, അടുത്തടവുമായിട്ട് വന്നിരിക്കുക. അല്ല, ഉറപ്പായിട്ടുമല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തന്നെ അത് തെളിയിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ഗിരീഷിന്റെ മുന്നിൽ തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്മയാവട്ടെ പ്രകാശിനെയും കൂട്ടിയിട്ട് പോയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ സമയം ഗിരി കുറച്ചൊന്ന് ഒതുങ്ങുമ്പോൾ പ്രകാശ് ആണെങ്കിൽ അവിടെ കയറി ഗോളടിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ ഏടത്തിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗർഭിണിയാണല്ലേ, സുഖമായിട്ടിരിക്കുന്നോന്ന് ചോദിക്കുമ്പോൾ രജനിയാണെങ്കിൽ നന്ദനെ കുറിച്ച് പറയുകയാണ്. ഒരു സന്തോഷമോ സുഖമോ ഒന്നും തന്നെയില്ല. നന്ദനെ കാണുന്നില്ല, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇതൊക്കെ കേട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. അയ്യോ, നന്ദൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശ് ആണെങ്കിൽ ഒരു ഗംഭീര അഭിനയം തന്നെ അവർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു. തുടർന്ന് പ്രഭാവതി ആവട്ടെ തന്റെ മകൻ അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയാതെ ഉള്ള ആദിയിൽ ദേവികയോട് പൊട്ടിക്കരയുന്നുണ്ട്. ദേവിക, രാധികയെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. നിന്നെ മനഃപൂർവ്വം കുറ്റപ്പെടുത്താനും മറ്റുമല്ല വിളിച്ചത്. എന്റെ മനസ്സിൽ ആദി അവരോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ്. എന്നോട് ക്ഷമിക്കും. അമ്മ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നന്ദൻ, അവനെ നമുക്ക് എല്ലാവർക്കും വേണം. അവനിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മേ ഒന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ദീപികയാണെങ്കിൽ തടയുകയാണ്. ശേഷം മന്ത്രി ആവട്ടെ, അതായത് രാധാകൃഷ്ണൻ മന്ത്രി അരുന്ധതിക്കാണ് കുട പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അരുന്ധതി പറയുന്നുണ്ട്, ഋഷി ഇപ്പോ എന്തായി, എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല. എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് ആകെ ആകുലതയായിട്ട് ഇരിക്കുന്ന സമയത്താണ് മന്ത്രിയാണെങ്കിൽ അരുന്ധതിയെ വിളിക്കുന്നത്. എന്നിട്ട് നന്ദനെ കാണാത്തതിനെ കുറിച്ചൊക്കെ തന്നെ അരുന്ധതി അറിയിക്കുന്നുണ്ട്. എന്തായാലും നന്ദന്റെ മിസ്സിങ്ങിന് പിന്നിൽ ചന്ദ്രത്ത് വീട്ടുകാരല്ലെന്നുള്ള സത്യം അരുന്ധതിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.